ലോകം നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ലോകത്തിന്റെ സമാധാനം മാറിപ്പോകുമ്പോൾ എവിടെ നിന്നാണ് നമുക്ക് സമാധാനം ലഭ്യമാകാതെ? നമ്മളിന്ന് നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളം വിദ്യാഭ്യാസ യോഗ്യതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൊച്ചു കേരളം, വ്യവസായ മേഖലകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൊച്ചു കേരളം, സാക്ഷരതയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ആത്മഹത്യയിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കൊച്ചു കേരളം നിൽക്കുന്നത്. എന്താണ് അതിന് കാരണം? മദ്യവും മയക്കുമരുന്നും സുലഭമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ ലഭിക്കുമ്പോൾ സകല മനുഷ്യനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി സുബോധം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് സമാധാനമില്ല. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ സമാധാനം ഇല്ലാതെ പോകുന്നു. പകലന്തിയോളം പണി ചെയ്ത് അതെ ഭവനത്തിൽ വൈകുമ്പോൾ കയറി ചെല്ലുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളും ഭാര്യയും മാതാപിതാക്കളും കാത്തിരിക്കുകയാണ്. എന്റെ അപ്പൻ ജോലി ചെയ്തിട്ട് എനിക്ക് കഴിക്കാനുള്ളത് മേടിച്ചുകൊണ്ട് വരുമെന്ന് കണ്ടിരിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ കിട്ടിയ കാശ് യൂറേനിലും മദ്യഷാപ്പിലും അതെ വീതിച്ചു കൊടുത്തിട്ട് അവൻ മതോമത്തനായി മനസ്സ് തകർന്നവനായി വീട്ടിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. എവിടെയാണ് രക്ഷ? എവിടെയാണ് സമാധാനം നമുക്ക് ദാനം നൽകി തരുന്നത്? അതേപോലെ ലോകം നമുക്ക് സമാധാനം നൽകി തന്നു വരികയില്ല. അതെ, ഈ സമാധാനം എന്നൊന്നും വില കൊടുത്ത് മേടിക്കുവാൻ കിട്ടുന്ന സാധനമല്ല. ഡോക്ടർമാർക്ക് സമാധാനം നൽകി തരുവാൻ കഴിയുകയില്ല. ലോകത്തിൽ എവിടെ ചെന്നാലും സമാധാനം തരുവാൻ കഴിയത്തില്ല. ലോക ലക്ഷണങ്ങളൊക്കെ വിളിച്ചു പറയുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ പുത്രൻ വരുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ നേർച്ച കാഴ്ചകളും അർപ്പണങ്ങളും ദർപ്പണങ്ങളും ഒക്കെ നടത്തി ദൂരെ യാത്ര ചെയ്ത് മല കയറി കുന്നുകയറി കുരിശുമെന്നും ഒക്കെ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ എന്നും സമാധാനം ലഭ്യമാകുന്നില്ല. ക്ഷീണിതനായി അവൻ മടങ്ങി വരുന്നു. എവിടെയാണ് സമാധാനം കിട്ടുന്നത്? കർത്താവായ യേശു ക്രിസ്തു 2024 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭൂമിയുടെ മരത്തിലേക്ക് പിറന്നു വീണവൻ അതെ സമാധാനം നൽകി തരുവാൻ ശ്രേഷ്ഠനായവൻ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അവൻ ഈ ഭൂമിയിൽ വന്നു സകല മനുഷ്യന് സമാധാനം നൽകി കൊടുക്കുവാൻ തക്കവണ്ണം, സകല മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം യേശു ഈ ഭൂപരപ്പിലേക്ക് പറന്നു വീഴുവാൻ തക്കവണ്ണം ഇടയായ കാരണം അവന്റെ സ്വാതന്ത്ര്യത്തിലും അവന്റെ സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിക്കൊടുത്ത മനുഷ്യനൊക്കെയും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് അവൻ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കപ്പെടുവാൻ ഇവിടെയായി ചേർന്നു. പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു, നമുക്കൊരു ശിശു ജനിക്കുവാൻ പോകുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു, നീതിയോടെ ഈ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. അതേ ചെയ്ത പ്രവചനം നിവർത്തീകരിച്ചു. 750 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കന്യാഹൃമൊരു മകനെ പ്രസവിച്ചു. അവൻ ഇമ്മാനുവേൽ എന്ന് പേരിട്ടു. അതേ ചെയ്ത 33 തിരുവയസ്സ് വരെ ഈ ഭൂപരപ്പിൽ അവൻ മനുഷ്യനോടുകൂടെ വസിച്ചു വാസം ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. നമ്മുടെ പാപങ്ങളെ ബോധിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ളവൻ അവൻ മാത്രമായിരുന്നു. അതേ ചെയ്ത അവൻ ഈ ഭൂപരപ്പിൽ വന്നപ്പോൾ 30ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈകളിൽ അവൻ സ്നാനമേറ്റു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവം കുഞ്ഞാട് വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് യോഹന്നാൻ ഉറക്കം വിളിച്ചു പറഞ്ഞു. പ്രിയ സഹോദരി, നമ്മുടെ പാപങ്ങളെ ബോധിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ 33 തിരുവയസ്സ് വരെ യേശു ജീവിക്കുവാൻ തക്കവണ്ണം ഇവിടെയായി ചേർന്നു. 33 തിരുവയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ദൈവപുത്രനെന്ന് അറിയുവാൻ ഇടയായി ചേർന്നു. ഇവരുടെ അസാധാരണമായ മനുഷ്യൻ ഇടയായി ചേർന്നു. ലോകം അവനെ ഒറ്റിക്കൊടുക്കുവാൻ ഇടയായി ചേർന്നു. റോമ പടയാളികൾ അവനെ പിടിച്ചു. കാലിൻ പാണികളാൽ
അവൻ തറയ്ക്കപ്പെടുവാനിടയായി തീർന്നു. ചാട്ടവാറ കൊണ്ടുള്ള അടി അവന് കിട്ടി. അവന്റെ ശരീരത്തിലെ മാംസങ്ങളൊക്കെ അതേ പറഞ്ഞു പോകുവാനിടയായി തീർന്നു. കണ്ടാലാതായാൻ വയ്യാത്ത പോലെ വിരൂപമായ മനുഷ്യൻ അതെ രോഗപത്രിക്കുന്ന കുഞ്ഞാടിനെ പോലെ സകല ഭാരങ്ങളും അവന്റെ ചുമരിനെ വഹിക്കുവാൻ കൊണ്ടവിടെയായി തീർന്നു. സ്നേഹിത, ചാട്ടവാറങ്ങളുള്ള അടി മാത്രമല്ല, മുട്ടി ചുരുട്ടി അവന്റെ മുഖത്തിടിച്ചു. റോമാ ഗവൺമെന്റിന്റെ നാണയത്തൊട്ടുകൊണ്ട് അവന്റെ ഓരോ രോമങ്ങളും പറിച്ചെടുത്തു. അതെ പച്ചപ്പൈമരമുള്ള കുരിശുണ്ടാക്കി അവന്റെ ചുമരിനെ വെച്ചു കൊടുത്തു. ചാട്ടവാറങ്ങളുള്ള അടി വീണ് വീഴുമേറ്റും വിരിവാറിലേക്ക് അവൻ നടന്നു കയറി. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശ് കൊണ്ട് വെക്കുവാൻ കൊണ്ടവിടെയായി ചേർന്നു. ക്രൂശിൽ അവനെ പിടിച്ചു കിടത്തി. കാലിലും കയ്യിലും കാണികൾ അടിച്ചു കയറ്റി. അതേ സേവിത, എന്റെ യേശുവിന്റെ ബോധം അവിടെ നഷ്ടപ്പെട്ടു പോയില്ല. അവൻ കുഞ്ഞാടിനെ പോലെ ഈ വേദനകൾ അവൻ സഹിക്കുവാൻ കൊണ്ടവിടെയായി ചേർന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി അവൻ പങ്കപ്പാടുകൾ സഹിക്കുവാൻ ഇടയായി തീർന്നു. അതേ സേവിതരെ, നമുക്ക് വേണ്ടി അവൻ യാതന സഹിക്കുവാൻ ഇടയായി തീർന്നു. സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തുമ്പോൾ എവിടെയാണ് രക്ഷ നേടുവാൻ കഴിയുന്നത്? സ്വന്തം പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകപ്പെടുവാൻ ഇടയായതിന്റെ കാരണം അവൻ ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിലുള്ള സകല മനുഷ്യരെയും അവൻ സ്നേഹിച്ചതുകൊണ്ട് അവനെ സ്നേഹിതരെ ഈ ലോകത്തിലേക്ക് പുത്രനെ നൽകി തരുവാനിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. ആരെയും അടക്കിയിട്ടില്ലാത്ത പാറയിൽ വെട്ടിയ കല്ലറയിൽ ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്ന അരിമത്തയിലെ യോസഫിന്റെ കല്ലറയിൽ യോസഫ് പോയി ശവമേറ്റു വാങ്ങിക്കൊണ്ടുവന്ന് ശീലയിൽ ചുറ്റി സുഗന്ധവർഗ്ഗങ്ങൾ തളിച്ച് പാറയിൽ വെട്ടിയ കല്ലറയുടെ അകത്ത് വെച്ചൊരു വലിയ കല്ല് വീഴ്ത്തി അതിന്റെ വാദത്തിലും വെച്ചു. ആർക്കും അവനെ കാണുവാൻ കഴിയാത്തവണ്ണം, ആർക്കും അത് വീഴ്ത്തി മാറ്റുവാൻ കഴിയാത്തവണ്ണമുള്ള ഒരു വലിയ കല്ല് അവന്റെ കല്ലറവാദത്തിൽ വെച്ചു. റോമാ പടയാളികൾ 33 പടയാളികളെ കാവൽ നിർത്തി. റോമാ ഗവൺമെന്റിന്റെ മുദ്രയിൽ കല്ലറയിൽ പതിച്ചു. ആർക്കും അവിടെ ചെന്നെത്തുവാൻ കഴിയത്തില്ല. അരിമത്തയിലെ യോസഫിന് പോലും ആ കല്ലറയിൽ ചെല്ലുവാൻ അധികാരമില്ലായിരുന്നു. വലിയ സന്നാഹങ്ങളെ അവിടെ നിർത്തുവാൻ കൊണ്ടവിടെയായി ചേർന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, 3-ാം നാളിൽ കല്ലറയെ ഭേദിച്ച് പുറത്തു വന്നവരായ കർത്താവ് കല്ലറക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. റോമാ പടയാളികൾക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ലോകരാഷ്ട്രങ്ങൾക്ക് അവനെ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. കല്ലറയെ ഭേദിച്ചവൻ പുറത്തു വന്ന് ജനത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സഹോദരി, യേശു കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പകപ്പാടുകളും നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകളും ഒത്തിരി വലുതാണ്. താങ്കളതറിയാതെ പോകല്ലേ. ഈ സംഭവത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യമുള്ളവരെ, യേശു വരുവാൻ പോകുന്നു. അവൻ നീതിയോടെ ലോകത്തെ ന്യായം വിധിക്കുവണ്ണം വരുവാൻ പോകുന്നു. ലോക ലക്ഷണങ്ങളൊക്കെ അത് വിളിച്ചറിയിക്കുന്നു. യേശുവിന്റെ വരവിനെ കുറിച്ച് ലോകം വിളിച്ചറിയിക്കുന്നു. തന്റെ ശിഷ്യന്മാർ അവരോട് ചോദിച്ചു, ഗുരു, നീ വരുന്നതിന്റെ അടയാളങ്ങൾ എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്? ക്ഷാമമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, യുദ്ധമുണ്ടാകും, ജാതിയോട് ഏർക്കും, രാജ്യത്തോട് ഏർക്കും. അതെ, സകല മനുഷ്യരും സ്വസ്ത്രീകളായി ചേരും. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ലോകം നോക്കുമ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും യാതിയോടെ രാജ്യത്തോടെ എതിർത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആർക്കതിന് മാറ്റം വരുത്തുവാൻ കഴിയുക? നമ്മുടെ ഭരണകൂടത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുമോ? ലോകരാഷ്ട്രങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമോ? വർഷങ്ങളായി യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുണ്ട്. അതൊക്കെയും നശിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും. അനേക മാതാപിതാക്കള്, കുഞ്ഞുങ്ങള്, അനേക സഹോദരന്മാർ ഒരു നേരത്തെ വെള്ളത്തിനും ഒരു നേരത്തെ ഭക്ഷണത്തിനും